ഹലോ ഗൈസ്, നമ്മളിന്ന് ഇങ്ങനെ ഈവ് കൺവെൻഷൻ സെൻ്ററിൽ അപ്പം നമ്മളിവിടെ മാർപ്പാപ്പയുടെ പരിപാടിക്കാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ പ്രസംഗത്തിന് നമ്മളിങ്ങോട്ട് മുങ്ങിയതാണ്. അവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നിവിടെ കാർ റാലിയുണ്ട്, ചായ സൽക്കാരമുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. ഇവിടെ കാർ റാലി, ചായ സൽക്കാരം തുടങ്ങിയ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ഗൈസ് നിങ്ങളെയും കൂടി ഈ ഈവ് കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഈവ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം, അറിയാൻ പാടില്ല. നിങ്ങൾ വേറെ സ്ഥലത്താണെങ്കിൽ നിങ്ങൾ കണ്ടു കാണിയാലോ, പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈവ് വന്നേക്കണേണ് ഗൈസ്. സാധാരണ നമ്മളിവിടെ വരുന്നത് ചൂണ്ടയിടാൻ മാത്രം. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ കൊളുത്തില്ല, ചൂണ്ടയില്ല. അതുകൊണ്ട് ചൂണ്ടയിടാൻ പറ്റത്തില്ല. എനിക്ക് പറയാൻ നമ്മളിത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ അത് വീഡിയോ അല്ല, ഷോർട്ടായിപ്പോയി. ഞാനത് വീഡിയോ ആയിട്ട് എടുക്കാൻ നോക്കിയതാണ്, പക്ഷേ അത് സെറ്റായില്ല. പിന്നെ ഇതിട്ട് അപ്ലോഡ് ഷോട്ട് എന്നുള്ളത് നെക്കിക്കഴിഞ്ഞപ്പോൾ ഞാനറിയണം, അയ്യോ ഇത് ഷോർട്ടായല്ല, ഞാൻ വീഡിയോ എടുക്കാനല്ലേ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ കഴിഞ്ഞത് ഷോർട്ട് തന്നെ ഇട്ടത്. ഗൈസ് കഴിഞ്ഞ വീഡിയോയും ഇതേ ദിവസത്തിൽ ഞാൻ ഇട്ടതാണ് ഗൈസ്. പിന്നെ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട്, കാരണം സമയം കിട്ടണം ഗൈസ്. യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടാൻ നമുക്ക് സമയം കിട്ടണില്ല. എന്ത് പറയാനാണ്. ഇവിടെ കുറേ അച്ഛന്മാരുടെ പ്രസംഗമുണ്ട്. അതുകൊണ്ടാണ് ഗൈസ് ഞാനിവിടെ പുറത്തു പോകാൻ നിൽക്കുന്നത്. ഉറക്കം എന്നെ എന്ത് പറയാനാ. അപ്പം നിങ്ങളുള്ളതുകൊണ്ട് നിങ്ങളായിട്ട് സംസാരിച്ചൊക്കെ നിൽക്കാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ലോണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗൈസ്. നിങ്ങളുള്ളതുകൊണ്ട് നിങ്ങളായിട്ട് സംസാരിച്ചൊക്കെ നിൽക്കാം. എന്ത് പറയാനാ. ഇവിടെ ഇത്രയും കാറ് കിടപ്പുണ്ട് ഗൈസ്. ഇത്രയും കാർ എന്തിനാണ് കിടക്കണേന്നറിയാമോ? നമുക്കിവിടെ ഒരു കാർ റാലി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കാർ റാലിക്ക് പോകാനാണ് ഈ കാറുകളെല്ലാം ഇവിടെ വന്ന് കിടക്കുന്നത്. ഇതിൽ നമ്മളെ കാറുണ്ട്. കാർ പറഞ്ഞാൽ റിവേഴ്സ് ഇട്ട് പോകണം ഗൈസ്. എങ്ങോട്ട് പോകണാവോ? ഇതെങ്ങോട്ട് പോകണം? എന്ത് പറയാനേ, പോയിട്ട് വരികയായിരിക്കും. ആദ്യം നമ്മൾ നോക്കിയപ്പോൾ 17 കാറുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഇത്രയും കാറും കൺവെൻഷൻ സെൻറ്ററിൻ്റെ അകത്തും കാർ വന്നു. ഈ അകത്ത് മാത്രമല്ല, കൺവെൻഷൻ സെൻറ്ററിൻ്റെ അകത്തും കാർ വന്നു. ഇവിടെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അകത്തും കാർ വന്നു. എന്ത് ചെയ്യാനാ. അച്ഛൻ്റെ സൗണ്ട്